ഹായ് മക്കളെ, നമുക്ക് എ ലെറ്റർ വെച്ചിട്ടും ബി ലെറ്റേഴ്സ് വെച്ചിട്ടുള്ള വാക്കുകൾ നമുക്കിന്ന് പഠിക്കാം. ഇത് നമ്മുടെ സ്റ്റേറ്റ് സിലബസിനെ അടിസ്ഥാനമാക്കിയാണ് പഠിപ്പിക്കുന്നത്. എങ്കിലും ഇത് എല്ലാ കുട്ടികൾക്കും ഒരുപോലെ ഉപകാരപ്രദമാണ്. എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബും ലൈക്കും ഒക്കെ ചെയ്യണേ. A for apple. A for apple. A for ant. A for ant. A for axe. A for axe. A for axe. A for angle. A for angle. അപ്പോൾ നമ്മൾ ഇന്ന് എ വെച്ച് കുറേ വേർഡ്സുകൾ പഠിച്ചു. എ ഫോർ ആപ്പിൾ, എ ഫോർ ആൻഡ്, എ ഫോർ ആംഗിൾ, എ ഫോർ ആക്സ്. ഏതൊക്കെയാ? ആപ്പിൾ, ആൻഡ്, ആംഗിൾ, ആക്സ്. ഒന്നുകൂടി പറഞ്ഞേ. ആപ്പിൾ, ആൻഡ്, ആംഗിൾ, ആക്സ്. എ ഫോർ ആപ്പിൾ, എ ഫോർ ആൻഡ്, എ ഫോർ ആംഗിൾ, എ ഫോർ ആക്സ്. B for bat. B for bat. B for bat. B for bat. B for book. B for book. B for book. B for ball. B for ball. B for ball. B for ball. B for belt. B for belt. B for belt. B for bag. B for bag. B for bag. ബി തുടങ്ങുന്ന ഏതൊക്കെ വേർഡ്സുകൾ നമ്മൾ പഠിച്ചു? ബാറ്റ്, ബുക്ക്, ബെൽറ്റ്, ബോൾ. ബി ഫോർ ബാറ്റ്, ബി ഫോർ ബുക്ക്, ബി ഫോർ ബെൽറ്റ്, ബി ഫോർ ബോൾ. ഏതൊക്കെയാ? ബി ഫോർ ബാറ്റ്, ബി ഫോർ ബുക്ക്, ബി ഫോർ ബെൽറ്റ്, ബി ഫോർ ബോൾ. നമ്മൾ മുന്നത്തെ ക്ലാസ്സുകളിൽ എ ടു സെഡ് വരെ നമ്മൾ 4 ലൈനിൽ എഴുതണം നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഒന്നും കൂടി നമുക്ക് നോക്കാം. ഓരോ ലെറ്റേഴ്സും എഴുതണത് ഇങ്ങനെ റിപ്പീറ്റഡ് ആയിട്ട് നമ്മളൊരു 4 ലൈൻ ബുക്കോ അല്ലെങ്കിൽ വേണ്ട സ്ലേറ്റോ എന്തിലെങ്കിലും കുട്ടികളെ കൊണ്ട് എഴുതി ആദ്യം പഠിപ്പിക്കുക. ഓരോ ലെറ്റേഴ്സും എ എന്ന് റിപ്പീറ്റ് ചെയ്ത് പഠിപ്പിക്കുക. അതിനുശേഷം അതിൻ്റെ സ്മോൾ ലെറ്റർ എ പഠിപ്പിക്കുക. കുട്ടികളെ കൊണ്ട് വായിച്ച് റിപ്പീറ്റ് ചെയ്ത് നമ്മൾ ഓരോ ലെറ്റേഴ്സും അവരുടെ മനസ്സിൽ തറയുന്ന രീതിയിൽ നമ്മൾ പഠിപ്പിച്ചുകൊണ്ടേ ഇരിക്കുക. ഇടയ്ക്ക് നമ്മൾ ഫ്രീ ടൈമൊക്കെ കിട്ടുമ്പോൾ അടുക്കളയിൽ ജോലി കിട്ടുമ്പോഴായാലും അവരോട് ജസ്റ്റ് ഏതെങ്കിലും ഒരു ബുക്ക് എടുത്തുകൊണ്ട് വന്ന് ഒന്നുകൂടി കൊണ്ടുവന്ന് അമ്മയ്ക്ക് എഴുതി കാണിച്ചേ എന്നൊക്കെ പറയുമ്പോൾ അവരോടി വന്ന് എഴുതി കാണിച്ച് നമുക്ക് തരും. അതാണ്. അടുത്ത ക്ലാസ്സിൽ നമുക്ക് അടുത്ത 2 ലെറ്റേഴ്സും അത് വെച്ചുള്ള വേർഡ്സുകൾ ഏതാണെന്നുണ്ടെങ്കിൽ നമുക്ക് പഠിക്കാം. താങ്ക് യു.